ഈ നാണിത്തള്ള ഇത് എവിടെ പോയി കിടക്ക്? ഞാനിവിടെ ഉണ്ടടാ. വന്നാ നിങ്ങളിത് എവിടെ പോയി അടയിരിക്കായിരുന്നു? അടയിരിക്കണ ഞാനല്ല, നിന്റെ അച്ഛൻ കോഴി ഭാസ്കരൻ. രാവിലെ തന്നെ എന്റെ തന്തയ്ക്ക് പറയായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എടേ ബ്രോക്കർ നാണി, നിനക്ക് ഒന്നല്ല 9 പെണ്ണുങ്ങളെ കൊണ്ടുതരും. അയ്യേ, എനിക്ക് ഈ 9 വേണ്ട. എടാ വൃത്തികെട്ടവരെ, നിനക്ക് പിന്നെ എങ്ങനത്തെ പെണ്ണുങ്ങളുടെ വേണ്ടത്? എനിക്ക് നല്ല തക്കാളി കവിൾ, വഴുതനങ്ങ മൂക്ക്, ചുമന്നുള്ളി ചുണ്ട്, വെള്ളരി നിറം. നിനക്ക് പെണ്ണിനാണ് വേണ്ടത് അതോ സാമ്പാറിന് കഷ്ണോ? തള്ള വലിയ വർത്തമാനൊന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച എന്നെ ഉണ്ണിമേരിയെ പോലൊരു പെണ്ണിനെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചതോ ഒരു വയസ്സ് എന്ന പെണ്ണുമ്പോളെ. അല്ല ഞാനും ചോദിക്കട്ടെ, ഉണ്ണിമേരിക്ക് എന്താ വയസ്സില്ല? കണ്ട ഇതാണ് കുഴപ്പം. ആടിനെ പട്ടിയാക്കുന്ന രീതി. ഞാനെപ്പോഴാണ് ആടിനെ പട്ടിയാക്കിയത്? പട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളുണ്ട്. അവക്ക് നല്ല ബുദ്ധി വേണം. അത് ബുദ്ധിമുട്ടാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും കെട്ടുമല്ല. സ്ത്രീധനം എന്തുവരും പറഞ്ഞില്ല. ആദ്യം നിനക്കൊരു പെണ്ണ് കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് വേണം. ഇതൊന്നും നോക്കിയേ. ഏയ്, ഇത് മുഖം മാത്രമേ ഉള്ളൂ. ഫുൾ സൈസ് കാണണം എനിക്ക്. അത് കല്യാണം കഴിഞ്ഞിട്ട് കാണാം. അതല്ലേ, എനിക്ക് ഫുൾ സൈസ് കാണണമെന്ന്. എടാ താഴോട്ട് താഴ്ന്നു കിടക്കുന്ന പെണ്ണിനെ ഞാൻ എന്തിട്ട് കാണിച്ച് ഫോട്ടോ കൊടുക്കാനാടാ? അത് ശരി. അപ്പൊ കാല് തടഞ്ഞിരിക്കുന്ന പെണ്ണിനെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുവല്ലേ? അല്ല, തലക്ക് വെളിവിടാത്ത നിന്നെ കൊണ്ട് അങ്ങനെ ആ പെണ്ണിനെ കെട്ടിക്കൊന്ന് കളിക്കാൻ നിക്കല്ലേ. എന്റെ കൂട്ടുകാരനെ പറ്റിച്ച പോലെ എന്നെ ചതിക്കാൻ നിക്കല്ലേ. നിന്റെ കൂട്ടുകാരനെ എങ്ങനെ പറ്റിച്ചെന്നാടാ പറഞ്ഞേ? എന്റെ കൂട്ടുകാരന്റെ പെണ്ണ് നോക്കിയ മൊബൈൽ പോലത്തെ പെണ്ണാന്ന് പറഞ്ഞിട്ടേ അവളിപ്പോ വേറെ അടുത്തൊരു പ്രണയത്തിലാണെന്ന്. ശരിയാണ്, അവൻ മൊബൈൽ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞ് ഡബിൾ സുമ്മാണെന്ന്. അതാണ് അവള് വേറെ ആളുടെ കൂടെ പോയത്. പിന്നെ അവളുടെ ചേച്ചി എന്ന് പറഞ്ഞ ചൈന മൊബൈലാണ്. അതെന്താ? 6 മാസത്തെ കൂടുതൽ ആരോടെ നിൽക്കൂല. എന്റേതല്ലേ, എനിക്ക് ഇങ്ങനെയുള്ള പെണ്ണിനല്ല ആവശ്യം. എനിക്ക് നല്ല പരിശുദ്ധിയായിട്ടുള്ള പെണ്ണിനെ വേണ്ട. അപ്പൊ ഇത് വേണ്ട? എനിക്കിത് വേണ്ട. ഇത് നോക്കിയേ. വേറെ ഉണ്ടോ? ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം. ഒരു മിനിറ്റ്. നീ എത്ര മൊബൈൽ നോക്കണ? അതെ, ഈ പെണ്ണിന്റെ ഫോട്ടോ ബ്ലൂടൂത്ത് ഉണ്ടോ നോക്കിയതാ. പെണ്ണിന്റെ ഫോട്ടോ ബ്ലൂടൂത്ത് ഇല്ലെങ്കിൽ അവള് പരിശുദ്ധയാ. പിന്നെ നീ വിചാരിക്കണ പോലെയല്ല, ഈ പെണ്ണിന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ബാങ്കിലാണ്. എനിക്കത് മതി. എനിക്ക് ഇങ്ങനെയുള്ള പെണ്ണിനെയാണ് ആവശ്യം. പിന്നെ കല്യാണത്തിന് ശേഷം നീ വേണം അവർക്ക് പച്ചിരി മേടിച്ചു കൊടുക്കാൻ. ആഹാ, എന്നിട്ട് അവിടെ പേരിലുള്ളതെല്ലാം ബാങ്കിലാന്ന് പറഞ്ഞിട്ടോ? അതല്ല, ബാങ്കിൽ പണയം വെച്ചാക്കണെന്ന് പറഞ്ഞത്. നീ ചെന്നിട്ട് വേണം അതൊക്കെ ഇടിപ്പിക്കാൻ. ആഹാ, എന്റെ പൊന്നതല്ലേ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നുണയാന്നുള്ള കാര്യം എനിക്കറിയാം. ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ തിരക്കി. ഇവക്ക് പൈസ ഇല്ലെന്നും ഇവളിച്ചിരി തരികടയൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പിന്നെന്തിനതല്ല നിങ്ങൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് നാട്ടുകാർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നേ? കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവനും കള്ളം പറയണ്ടേ? ഞാൻ ഈ കല്യാണം നടക്കാൻ വേണ്ടി 1 2 കള്ളത്തരം പറഞ്ഞു വിചാരിച്ചു. അതിലെന്താ തെറ്റി? നാണിത്തള്ളേ.